പലരുടെയും ചോദ്യത്തിന്റെ സംശയത്തിന്റെ ഉപകരികളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസല്ലം ഈ ലോകത്തോട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ആശയം പറയുന്നതിന് മുമ്പ് ഒരു ലക്ഷത്തി ചിലം പ്രവാചകൻ ലോകത്തിരുന്നു. ആ പ്രവാചകന്മാരെല്ലാവരും وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഒരു പ്രവാചകനും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയാതെ, ആ സന്ദേശം കൈമാറാതെ, അത് പ്രബോധനം നടത്താതെ ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. അതിനെ വിശദീകരിച്ചാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നല്ല, ലാ സ്വമദ ഇല്ലല്ലാഹ് എന്നല്ല, ലാ റാസിഖ ഇല്ലല്ലാഹ് എന്നല്ല, ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അത് അങ്ങനെ പറയാനൊരു കാരണം, ലോകത്ത് ഇന്ന് ജീവിക്കുന്നവരും മുമ്പ് ജീവിച്ചു പോയ ആളുകളും അടക്കം എല്ലാ ആളുകളും അള്ളാഹുവിനെ അല്ലാതെ സൃഷ്ടാവായി സമ്മതിക്കുന്ന, അള്ളാഹുവിനെ അല്ലാതെ പരമാധികാരിയായി സമ്മതിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾ ഇല്ലായിരുന്നു. എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും പരമാധികാരം അള്ളാഹുവിന് വകവെച്ച് നൽകുകയും ചെയ്തിരുന്നു. ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നവൻ, സർവ ചരാചരങ്ങളെയും പടച്ചവൻ, ഈ ലോകത്തിലെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവൻ, ഒരിക്കലും അന്ത്യമില്ലാത്തവനും ആദിയില്ലാത്തവനും മരണമില്ലാത്തവനും ഉറക്കില്ലാത്തവനും മറവി സംഭവിക്കാത്തവനും, ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും ഒത്തുതീർന്ന, എല്ലാ വിശേഷണങ്ങളുടെയും പരിപൂർണമായ അള്ളാഹുവിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. രണ്ട് പടച്ചവനുണ്ട്, ഒരുപോലെ അധികാരമുള്ള, ഒരുപോലെ എല്ലാ കാര്യങ്ങളിലും പരമാധികാരമുള്ള രണ്ട് പടച്ചവന്മാരുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പോലും ഈ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല. കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച്, അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു തലമുറയെക്കുറിച്ച് ചരിത്രത്തിൽ എവിടെയും പരാമർശങ്ങളുമില്ല. പിന്നെ സംഭവിച്ചത് എന്താണ്? പരമാധികാരം അള്ളാഹുവിന് വകവെച്ച് നൽകുന്നതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, തവക്കുൽ ചെയ്യുന്നതിൽ, ഇസ്തിഗാസ ചെയ്യുന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരുടെ കഴിവിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ പടച്ചവനെ എന്ന് പറയുന്നതിന് പകരം പടച്ചവനല്ലാത്ത പല പടപ്പുകളിലേക്കും തിരിച്ചുവിടുക എന്നതാണ് ഈ ആളുകൾ എല്ലാവരും ചെയ്തിരുന്ന ഷിർക്ക്. അടിസ്ഥാനപരമായ ഷിർക്ക് അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത് ഇമാം ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ പറഞ്ഞിട്ടുള്ളൊരു വചനം ഇപ്രകാരമാണ്: അദ്ഉക്കും ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ് വഅദ്ഉക്കും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു അല്ലാത്ത പടപ്പുകളെ, ആ വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്ത ഇബാദുകളെ, പടപ്പുകളെ വിളിക്കുന്നതിൽ നിന്ന് അല്ലാഹു ആകുന്നവൻ അല്ലാഹുവിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത്. വഅദ്ഉക്കും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. അല്ലാഹു അല്ലാത്ത രക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന്, വിലായത്ത്, ഔലിയ, വലിയ ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു ആകുന്ന വലിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. അവ കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ തൗഹീദ് എന്ന് പറയുമ്പോ രണ്ട് പടച്ചവന്മാരുണ്ട് എന്ന വിശ്വാസമല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ദുനിയാവിൽ രണ്ട് അധികാരങ്ങളുള്ള, ഒരേപോലെ ശക്തിയും പരമാധികാരവുമുള്ള തുല്യശക്തികളായ രണ്ടാളുകൾ ഈ
ലോകത്തിൽ ജീവിച്ചിരുന്നില്ല എന്നത് ഇമാം റാസി തന്റെ തഫ്സീറിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അപ്പൊ ആരാധനകളുടെ കാര്യത്തിലാണ് സ്വന്തം കഴിവിന്റെ അപ്പുറത്ത് വരുന്ന കാര്യങ്ങളിൽ, ആരാധനയിൽ വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുക. ഈ മറ്റുള്ളവർ എന്ന് പറയുമ്പോ ഖുർആൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മിൻ ദൂനിഹി എന്നാണ്. മിൻ ദൂനിഹി അല്ലാഹു അല്ലാത്തവർ, അള്ളാഹുവിന് പുറമേയുള്ളവർ. ഈ അള്ളാഹു അല്ലാത്തവർ, അള്ളാഹുവിന് പുറമേയുള്ളവർ എന്ന് പറയുമ്പോ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് മലക്കുകളാണ്, ജിന്നുകളാണ്, മരിച്ചുപോയ മഹാത്മാക്കളാണ്, വിഗ്രഹങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒന്നുകൂടി പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ എന്ന് പറഞ്ഞത് മലക്കുകളാണ്, ജിന്നുകളാണ്, മരിച്ചുപോയ മഹാത്മാക്കളാണ്, ഔലിയാക്കന്മാരാണ്, വിഗ്രഹങ്ങളാണ്. ഈ പറഞ്ഞതാണ് അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് പുറമെ വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് വല്ലദീന യദഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്നവര്, ദുആ ചെയ്യുന്നവര്, ദുആ ചെയ്യുന്നവര്. ഈ ദുആ എന്ന വാക്കിന് ഇബാദത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടർത്ഥം പറഞ്ഞത്. ഈ ഇബാദത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ദുആ എന്നാണ്. ഈ ഇബാദത്തിനെയും ദുആയെയും ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇതേ ഖുർആൻ തന്നെയാണ്. ഇബാദത്ത്, ദുആ, ഇസ്തിഗാസ ഇതൊക്കെ പര്യായ പദങ്ങളായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞാൽ, നമ്മളതിനെങ്ങനെ പറയാം? അള്ളാഹുവിനെ വിളിക്കുക. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് അള്ളാഹുവിന് പങ്കാളികൾ വന്നത് ലോകത്ത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അല്പാൽപമായ ചില പങ്കുകൾ, ചില ശിർക്കുകൾ, ശരീക്കന്മാരെ അവകാശപ്പെട്ടിരുന്നെങ്കിലും ലോകത്തിലെ മൃഗീയ ഭൂരിപക്ഷം, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ചെയ്യുന്ന ശിർക്ക്, ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർ എന്ന് പറഞ്ഞ ഈ ഗണത്തിൽപ്പെട്ട ആരാധനകളായിരുന്നു, പ്രാർത്ഥനകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഒരാൾ മുസ്ലിം ആകാൻ ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. ലാ റാസിഖ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. ലാ സ്വമദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ല. തിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ സമ്മതിക്കുന്നതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധ്യൻ, ഇലാഹ്, ഇലാഹ് മഅന, ഇലാഹ് മഅന മഅബൂദ്. ഇലാഹ് മഅന, ഇലാഹിന്റെ അർത്ഥം മഅബൂദ്, ആരാധന ചെയ്യപ്പെടുന്നവൻ. മഅബൂദ് മഅന, മഅബൂദ് മഅന ഇബാദത്ത് മഅന ദുആ. ഇത് ഖുർആൻ പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇബാദത്തിന്റെ അർത്ഥം അദ്ദുആ ഹുവൽ ഇബാദ. അദ്ദുആ ഹുവൽ ഇബാദ. ദുആ ആണ് ഇബാദത്ത്. അതിലാണ് ആളുകൾ പങ്കുചേർക്കുന്നത്, അതിലാണ് ആളുകൾ ശിർക്ക് വെക്കുന്നത്. ഞാനത് വളരെ ലളിതമായി പറഞ്ഞാൽ, പടച്ചവനെ എന്റെ ദുരിതങ്ങൾ നീക്കണമേ, റബ്ബേ എന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ, അല്ലാഹുവേ എനിക്ക് മക്കളെ നൽകണമേ. ഇത് നമ്മൾ ചെയ്യുന്നൊരു പ്രാർത്ഥന, ദുആ, ഇബാദത്ത്, ഇസ്തിഗാസ. അത് തന്നെയും ആളെ മാറ്റി ഇങ്ങനെ വിളിക്കുകയാണ്. ആളെ മാറ്റി നമ്മൾ ഇങ്ങനെ വിളിക്കാം, മുഹിയുദ്ദീൻ ശൈഖേ എനിക്ക് മക്കളെ നൽകണമേ, ജിന്നുകളെ എന്റെ ദുരിതങ്ങൾ നീക്കണമേ, മലക്കുകളെ എന്റെ പ്രയാസങ്ങൾ മാറ്റണമേ, ഔലിയാക്കന്മാരെ എന്നെ സഹായിക്കണമേ. ഇവിടെ ആളുകൾ മാറുന്നുണ്ട്, വിളിയുടെ രൂപത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അല്ലാഹുവേ എന്ന് പറയുന്നതിന് പകരം ആവശ്യങ്ങൾ ഒരേ ആവശ്യം, വിളിയുടെ രൂപം ഒരേ തരം വിളി, ഒരേ വികാരം, ഒരേ മനസ്ഥിതി. പക്ഷെ ആളുകളുടെ
മരിച്ചുപോയ മഹാത്മാക്കൾ, മുഹിയുദ്ദീൻ ഷേഖ്, ബദരീങ്ങള്, ഭീമാപ്പള്ളിയിലുള്ള ആള്, പടച്ചവന്. ഇതിൽ ഒരാളാണ് പടച്ചവൻ. അയച്ചു നോക്കൂ, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് ഒരുപാട് ആളുകളെ ആക്കി നീയല്ലേ എന്നല്ല റസൂലുള്ളാഹിനോട് മുശ്രിക്കുകൾ ചോദിച്ചത്. അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്നാണ്. അജഅലൽ ആലിഹത്ത ഇലാഹൻ അജഅലൽ റബ്ബ റബ്ബൻ വാഹിദ എന്നല്ല. ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം ഒരുപാട് ആളുകൾക്ക് നീ ഏൽപ്പിച്ചു കൊടുത്തു, മുഹമ്മദ് ഏൽപ്പിച്ചു കൊടുത്തു എന്നല്ല. അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ, ആരാധ്യന്മാരെ ലാത്ത, ഉസ്സ, വദ്, സുവാ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, മലക്കുകൾ, ജിന്നുകൾ, ഇവരെയൊക്കെ കൂടെ ഇവർക്കൊക്കെ വീതിച്ചു നൽകുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, ഇതൊക്കെ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് തിരിച്ചുവിടണം എന്നതാണ് നിന്റെ വാദമല്ലേ? അജഅലൽ ആലിഹത്ത, അജഅലൽ ആലിഹത്ത, അജഅലൽ റബ്ബ, അല്ലെങ്കിൽ അജഅലൽ റുബൂബ, അജഅലൽ റബ്ബാനിയ, ഇതൊന്നുമല്ല. അജഅലൽ ലിഹ. ഒരുപാട് ആരാധ്യന്മാർ ഞങ്ങൾക്കുണ്ടല്ലോ, ആ ആരാധ്യന്മാർക്ക് പുറമെ ഒരാളോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത്ഭുതകരമാണിത്, ആശ്ചര്യം തന്നെയാണ്. ഇതൊരു വല്ലാത്ത വ്യതിയാനമാണ്, ഇതൊരു വല്ലാത്ത അപഭ്രംശമാണ്. മുശ്രിക്കുകൾ പറഞ്ഞതാ. അതിന്റെ വിഷയത്തിലല്ല തർക്കം. ആ തർക്കമാണ് ലോകത്തിൽ വിഷയത്തിൽ പ്രധാനമായ സ്വയംഭൂ പോലെ ഇവിടെ സ്വയംഭൂവായ, സ്വയം പര്യാപ്തരായ, സ്വയം കഴിവുള്ളതായ ഒരെയും ഈ പറഞ്ഞ മുശ്രിക്കുകൾ ദുനിയാവിൽ ആരാധിച്ചിട്ടില്ല. സ്വയം കഴിവുള്ളവരായ, സ്വയം പര്യാപ്തരായ, സ്വമതിയത്ത് പരമാധികാരമുണ്ട് എന്ന് സ്വന്തം അവകാശപ്പെടുന്ന ഈ ദുനിയാവിൽ ഒരു പടപ്പുകളും ആരാധന നടക്കില്ല. പിന്നെ ആരെയാണ് ആരാധന സ്വീകരിക്കുക? അല്ലാഹു പല സൃഷ്ടികൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് വളരെ ലളിതമായ ഒരു കാര്യം, വളരെ ലളിതമായ ഒരു കാര്യം. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഉദാഹരണം ആത്മ
ജിന്നുവർഗത്തെ മല്ല വിശ്വസിക്കുന്ന മീകായിലിനോട് പ്രാർത്ഥിക്കാൻ ഒരു സംഘടനയും ഈ ദുനിയാവിൽ ആളുകൾ പഠിപ്പിക്കാത്ത. മൂന്നാമത്തേത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാത്മാവാ. പക്ഷേ പ്രവാചക തിരുമേനിയോട് തങ്ങളെ, നബിയെ, റസൂലുള്ളാഹ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, അങ്ങയുടെ അടുത്തേക്ക് വരാൻ, മദീനയിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് തങ്ങളെ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ വിലാപങ്ങൾ, ഞങ്ങളുടെ വേദനകൾ, മനസ്സിന്റെ നൊമ്പരങ്ങൾ തങ്ങളെ അങ്ങ് അറിയുന്നില്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ, ഈ ചോദിക്കുന്ന ദുനിയാവിലെ ഒറ്റപ്പടപ്പും ആകാശഭൂമികളുടെ സൃഷ്ടാവ് മുഹമ്മദ് നബിയാണെന്നോ ആ മുഹമ്മദ് നബിക്ക് സ്വന്തം അധികാരമുണ്ടെന്നോ വിശ്വസിച്ചിട്ടല്ല, അള്ളാഹ് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് വാദം. മലക്കുകൾക്ക് നൽകപ്പെടാത്ത കഴിവ്, അതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് നൽകപ്പെടാത്ത കഴിവ്, നൽകിയ കഴിവുണ്ട് എന്നാണ്. നൽകിയ കഴിവ്, ആ കഴിവെന്നാ ചോദിക്കുന്നത്. അവരൊന്നും അള്ളയല്ല, അവർ അധികാരികളല്ല, അവർ
സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വിശ്വാസം എന്താണെന്നറിയോ? അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. അള്ള കൊടുത്ത കഴിവുണ്ട്. ആ കൊടുത്ത കഴിവ് ഏതാ? അതിന്റെ പരിധി ഏതാ? ലോകത്തിൽ ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ആ കൊടുത്ത കഴിവ് നമ്മളോട് ചോദിക്കുന്നു, ഇത് വാദിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. നമ്മൾ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു മഹാത്മാവിന് ഇത് നമ്മൾ വീണ്ടും ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചേരി ചിക്കിച്ചകയണം. ഏതെങ്കിലും ഒരു മഹാത്മാവിന് ആളുകളുടെ പ്രാർത്ഥനകളും ആളുകളുടെ യാചനകളും സഹായങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് മാറ്റിക്കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് ഏതാണ്? ആ പറഞ്ഞ ഹദീസ് ഏതാണ്? ആ കൊടുത്ത കഴിവ് ആർക്കാണ്? ആളെ പറയണം, വിഭാഗത്തെ പറയണം, ആ ആയത്ത് പറയണം, ആ ഹദീസ് പറയണം. എക്സാമ്പിള്, മുഹയ്യദ്ദീൻ ശൈഖ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, ഉത്തരം ചെയ്യുന്നു എന്നാണ് ഉറപ്പ്. എങ്കിൽ മുഹയ്യദ്ദീൻ ശൈഖിന് അത് കൊടുത്തു എന്ന് ഖുർആനിൽ പറഞ്ഞോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവുണ്ട്, അത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്ന് ഏത് ആയത്തിൽ പറഞ്ഞു? ഏത് ഹദീസിൽ പറഞ്ഞു? അങ്ങനെ ഉത്തരം കൊടുക്കാനും സഹായിക്കാനുമുള്ള കഴിവ് ഇന്ന ജിന്നിന്, ഇക്രീത്തിന്, ഇന്ന ജിന്നിന്, ഇന്ന മലായിക്കത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഏത് ആയത്തിൽ പറഞ്ഞു? ഏത് ഹദീസിൽ പറഞ്ഞു? നമ്മള് കോടമ്പുഴ സംവാദത്തിൽ 6 മണിക്കൂർ നിന്ന് ചോദിച്ചു 2-3 ചോദ്യങ്ങൾ. വലിയ ചാമ്പ്യന്മാരും വലിയ വാദപ്രതിവാദ വീരശൂര പരാക്രമികളുമൊക്കെയായ ആളുകൾ ഈ 6 മണിക്കൂർ ചോദ്യത്തിന്റെ മുമ്പിൽ സിഹറിന്റെയും ജിന്നിന്റെയും കെട്ടടിച്ചിട്ട് ഇങ്ങനെ വിയർത്ത് നിൽക്കുന്നു. ഈ ചോദ്യത്തിന് മാത്രം മറുപടി ഉണ്ടായില്ല. എന്താ കാരണം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയിടത്ത് മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഈ 2 വിശ്വാസം. അള്ളാഹുവാണ് പരമാധികാരി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്. അതിൽ വരുന്നു നമ്മുടെ ജിന്ന്, നമ്മുടെ മലക്കുകൾ. അതാണ് നമ്മൾ ഈ പറയുന്നത്. ഏത് ജിന്നിന്? നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായതേട്ടങ്ങളും നമ്മുടെ വിലാപങ്ങളും മനസ്സിലെ വേദനകളും ജീവിതത്തിലെ പ്രശ്നങ്ങളും തീർത്തു തരാൻ ഏത് വിഭാഗം ജിന്നുകളെ അള്ളാഹു ഏൽപ്പിച്ചു? ആരാണ് അത് ഏൽപ്പിച്ചത്? അതാരാ പറഞ്ഞത്? അത് ഏത് ആയത്തിലാണ് പറഞ്ഞത്? എന്നാൽ ഇനി നോക്കൂ നിങ്ങൾ. നമ്മൾ മഹാത്മാവിനെ പറഞ്ഞു, മലക്കിനെ പറഞ്ഞു, ജിന്നുകളെ പറഞ്ഞു, ഔലിയാക്കന്മാരെ. അത് ഈ കൂട്ടത്തിലാണ് കൂട്ടിയാൽ മതി, റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ. ഇനി ഇതിന് 4-നുമുള്ള തെളിവ് നോക്കൂ നിങ്ങൾ. ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. 4-നുമുള്ള തെളിവ്. 1, മലക്കുകളോട് സഹായം തേടിയ ആളുകളുടെ അവസ്ഥ. മലക്കുകളോട് സഹായം തേടിയ ആളുകളുടെ അവസ്ഥ ഖുർആൻ പറയാം. അല്ലാഹു തആല വിചാരണ